രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ വേഗത്തിലാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയിൽ പോലീസിന്റെ ചുമതലയുള്ള ADGP S. ശ്രീജിത്തിനാണ് സംഗമത്തിന്റെയും സുരക്ഷാ ചുമതല. സംഗമത്തെ എതിർക്കുന്നവരെ അനുനയിപ്പിക്കാനും ഒപ്പം നിൽക്കുന്നവരെ ഊട്ടിയുറപ്പിക്കാനുമാണ് സർക്കാർ നീക്കം. റഹീസ് റഷീദുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, അയ്യപ്പ സംഗമത്തിലേക്ക് എത്തുമ്പോൾ എതിർപ്പറിയിച്ച് വിയോജിപ്പറിയിച്ച് നിൽക്കുന്നവരുണ്ട്. ഇവരെ എങ്ങനെ അനുനയിപ്പിക്കാനായിരിക്കും സർക്കാർ ശ്രമം? കീർത്തന, റോഷ്നി, സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഏത് തരത്തിലുള്ള ഒരു പ്രകോപനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നോ BJPയുടെ ഭാഗത്തു നിന്നോ മറ്റ് എതിർത്ത് നിൽക്കുന്ന ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടെങ്കിലും അവരെ കൂടുതൽ പ്രകോപിപ്പിക്കാതെ അല്ലെങ്കിൽ അവരുമായി ഒരു ഏറ്റുമുട്ടലിന് പോകാതെ സമവായത്തിലെത്തി ഈ ആഗോള അയ്യപ്പ സംഗമം അതിഗംഭീരമായി നടത്തുക എന്നതാണ് സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും തീരുമാനം. അതുകൊണ്ടാണ് NSSനെ ക്ഷണിച്ചു, SNDPയെ ക്ഷണിച്ചു. ഇവർ രണ്ടും ക്ഷണം സ്വീകരിച്ചു. KPMSനെയും വീരശൈശവ സഭയെയും പോലുള്ള സംഘടനകളെ കൂടി ഇതിലേക്ക് ക്ഷണിക്കും എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശനെ കന്റോൺമെന്റ് ഹൗസിൽ എത്തി കാണാനുള്ള ശ്രമം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത് നടത്തിയിരുന്നു. അന്ന് കാണാൻ സമ്മതിച്ചിരുന്നില്ല. വീണ്ടും VD സതീശനെ കാണാനുള്ള ഒരു തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, വലിയ എതിർപ്പ് ഉയർത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി BJP ആണ്. BJPയുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെ വീട്ടിൽ ചെന്ന് PS പ്രശാന്ത് ക്ഷണിച്ചിരുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള BJP നേതാക്കളെ അടുത്ത ദിവസം നേരിൽ കണ്ട് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോവുകയാണ്. ഒപ്പം നിൽക്കുന്ന ആളുകളെ പൂർണ്ണമായും ഒപ്പം നിർത്തി എതിർ നിലപാട് സ്വീകരിക്കുന്നവരെ കൂടി വലിയ എതിർപ്പ് ഉന്നയിക്കാതെ, അതായത് ആ സംഗമ ദിവസം പ്രതിഷേധം പോലുള്ള പരിപാടികൾ ഉണ്ടാകാതിരിക്കാൻ അവരെ കൂടി അനുനയിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ നടത്തുന്നത്. 20-ാം തീയതിയാണ് പമ്പാ നദീ തീരത്ത് വെച്ച് ആഗോള അയ്യപ്പ സംഘം. ശരി, റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.